ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ സദ്യയ്ക്ക് പ്രധാനമായിട്ടുള്ള അവിയലാണ്. എളുപ്പത്തിൽ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അവിയൽ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികൾ ധാരാളം വേണം. എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും വേണം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏത്തങ്കായ്, കത്തിരിക്ക, വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ്, ചേന, ചീനമരയ്ക്ക, മുരിങ്ങക്കായ്, പിന്നെ പച്ചമുളക്. മുരിങ്ങക്കായ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ മുരിങ്ങക്കായ് ചേർക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ മുരിങ്ങക്കായ് ഇല്ല. ഞാനിവിടെ എല്ലാ പച്ചക്കറികളും നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. ഇനി അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ അമ്മമാർ കുക്കറിലല്ല ഉണ്ടാക്കിയിരുന്നത്, അടുപ്പിൽ വെച്ച് പാത്രത്തിൽ വെച്ച് അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മാങ്ങയും കൂടി ഇടുന്നുണ്ട്. മാങ്ങ ഇല്ലാത്തവർക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി വെക്കാം. മാങ്ങയും തൈരും ഇല്ലെങ്കിൽ നമുക്ക് കൂട്ടിൻ്റെ കൂടെ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗ ഓണാക്കി ഒന്ന് വെക്കാം. ഒരു വിസിൽ കേട്ടാൽ മതി, കൂടുതൽ വിസിൽ വരരുത്. പിന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, പച്ചക്കറിയിലെല്ലാം വെള്ളമുണ്ട്. നമുക്ക് ഒറ്റ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു കഷ്ണം ഉള്ളി, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ തിരികിയത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി, നന്നായിട്ട് അരഞ്ഞു പോകരുത്. തോരത്തിന് അരയ്ക്കുന്നത് പോലെയാണ്. ഇപ്പം നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്, വെന്ത് പോയിട്ടില്ല. ആവശ്യത്തിനാണ് വെന്തിട്ടുള്ളത്. ഇനി തവി കൊണ്ട് ഇളക്കരുത്. നടുക്കൊരു കുഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കൂട്ടിട്ട് കൊടുക്കാം. ഇനി അതിനെ നമുക്ക് കഷ്ണങ്ങൾ കൊണ്ട് ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം. തേങ്ങയിലൊക്കെ നന്നായിട്ട് തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തവി കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കരുത് ഒരിക്കലും. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം അതിലുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി വയ്ക്കാം. അടച്ച് വെച്ച് ഒന്ന് ആവി വരട്ടെ. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി തവിയുടെ മൂട് വെച്ച് വേണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. തവി വെച്ച് ഒരിക്കലും ഇളക്കരുത്, കഷ്ണമെല്ലാം വെന്തുടഞ്ഞു പോകും. നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. റിഫൈൻഡ് ഓയിലോ വേറെ ഓയിലൊന്നും ചേർക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. എന്നിട്ട് ഇനിയും തവിയുടെ മൂട് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങ ഇല്ലാത്തവർക്ക് ഈ സമയത്താണ് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.